വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് +2 സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുവോളജി ടോപ്പിക്സിൽ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് നല്ല അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, നമ്മൾ പഠിച്ച ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിന് ശേഷം വരുന്ന ചാപ്റ്ററാണ്. അതായത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ഹ്യൂമൻ ബീങ്സിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം, ഇവൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷമുള്ളതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ നീഡ് ഓഫ് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, ദെൻ വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന കുട്ടികളാണ്, നമ്മൾ അഡോളസെൻ്റ് ഏജിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ആൺകുട്ടികളും പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട ചില നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് WHO എന്താണ് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO പറഞ്ഞിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, then emotional, then social എന്നാണ്, സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് WHO റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി, അതുപോലെ സോഷ്യലി ഫാക്ടേഴ്സിൻ്റെ, ഫിസിക്കലി നമ്മുടെ ഭൗതികമായി, ശാരീരികമായി, വൈകാരികപരമായിട്ട്, സാമൂഹികപരമായിട്ടൊക്കെ ഉള്ള എല്ലാത്തിൻ്റെ ഒരു വെൽബീയിങ് കണ്ടീഷനെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതായത് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അയാൾ ഫിസിക്കലി വെൽബീയിങ് ആയിരിക്കണം, ഫിസിക്കലി ഓക്കെ ആയിരിക്കണം, ഇമോഷണലി, അതുപോലെ തന്നെ സോഷ്യൽ, നമുക്ക് എല്ലാവരോടും സന്തോഷമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഫ്രണ്ട്സിനോട്, കൊളീഗ്സിനോട് ഒക്കെ നമുക്ക് വളരെ സൊസൈറ്റിയിൽ വളരെ സോഷ്യലായിട്ട് സ്നേഹത്തോടെയും ഇമോഷണലി നമ്മൾ വളരെ സ്നേഹത്തോടെയും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് എന്താണ് ഒരു വെൽബീയിങ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ മാത്രമാണ് ഒരാൾക്ക് ഒരു റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ ടോട്ടലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സൊസൈറ്റിക്കാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരാൾക്ക് റീപ്രൊഡക്റ്റീവ്, അതായത് ഒരാൾക്ക് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവണം, അവരുടെ ബോഡിയിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ചേഞ്ചസിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവണം. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമാണ് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി, നമുക്ക് ഒരു വലിയൊരു സൊസൈറ്റി, ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാരാംശം ഇതാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് റീപ്രൊഡക്ഷനിൽ ഏർപ്പെടാനുള്ള അയാളുടെ എബിലിറ്റി മാത്രമല്ല, റീപ്രൊഡക്ഷനിൽ അയാൾക്ക് ഏർപ്പെടണമെങ്കിൽ അയാൾ എന്താവണം, ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി ഒക്കെ അയാൾക്ക് ഗുഡ് കണ്ടീഷൻസിലാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഒരു റീപ്രൊഡക്ഷൻ, ഒരു നോർമൽ റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റൂ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഇനി കുറച്ച് ആദ്യത്തെ ചില ഇൻട്രോഡക്ടറി പാർട്ടാണ്. അതിൽ ആദ്യത്തെ ഒന്നാണ് ഫാമിലി പ്ലാനിങ് എന്ന് വിളിക്കും. ഫാമിലി പ്ലാനിങ് 1951. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലി പ്ലാനിങ്ങും അതിൻ്റെ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫാമിലി പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബാസൂത്രണം എന്ന് പറയും. ലോകത്തിൽ ആദ്യമായിട്ട് ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്ന രാജ്യം ഇന്ത്യ ആണ്. 1951 ഫാമിലി പ്ലാനിങ് എന്നുള്ള ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, റീപ്രൊഡക്റ്റീവ്ലി അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധകൾ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1951 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതിനുശേഷം പിന്നീട് നമ്മൾ അതിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. അതായത് എന്താണ്, ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, ആ സ്ത്രീ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ശ്രദ്ധിക്കണം. അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട അവയർനെസ്സുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നീടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിനെ നിലവിൽ ഇപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് RCH പ്രോഗ്രാം എന്നാണ്. RCH പ്രോഗ്രാംസ് എന്നാണ് വിളിക്കുന്നത്. RCH പ്രോഗ്രാംസ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്നാണ് RCH പ്രോഗ്രാമിൻ്റെ ഫുൾ ഫോം. എന്താണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം? അതായത് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവും. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ മുതൽ നമ്മുടെ ഗവൺമെൻറ് അവരെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫുഡുകൾ കഴിക്കണം, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലേണ്ടത്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഓരോ സ്ത്രീകൾക്കും കൊടുക്കുക. കൃത്യമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ട്രൈമസ്റ്റർ എന്ന് ഡിസ്കസ് ചെയ്തു, ഗസ്റ്റേഷൻ പീരീഡുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗസ്റ്റേഷൻ പീരീഡുകൾ നമ്മൾ കൃത്യമായിട്ട് നടത്തേണ്ട ചെക്കപ്പുകൾ, ഡോക്ടറെ കാണണം, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ, ദെൻ പ്രഗ്നൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ പാർച്ചുറേഷനെക്കുറിച്ച്, ഡെലിവറിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിന് എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് കൊടുക്കേണ്ടത്, ആ കുഞ്ഞിന് എന്തൊക്കെ വാക്സിനേഷൻസ് ആണ് കൊടുക്കേണ്ടത്, ആ കുഞ്ഞിന് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, പ്രസവത്തിന് ശേഷം ആ അമ്മയ്ക്ക്, സ്ത്രീക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ RCH പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫാമിലി പ്ലാനുകൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പ്രസവിക്കാൻ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നടക്കുന്ന മാറ്റങ്ങളും ഒക്കെ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ അവർ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയും ആ കുഞ്ഞിന് കൊടുക്കേണ്ട വാക്സിനേഷൻസിനെ കുറിച്ചും കുഞ്ഞിൻ്റെ ആരോഗ്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ കൂടിയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് RCH പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ഈ RCH പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നത്, എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അഡോളസെൻ്റ് ആയി കഴിയുമ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റിനെ നമ്മൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ഫോം എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് മെഷേഴ്സ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അല്ലേ. അതിലൊന്നാണ് നമ്മൾ ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ റേഡിയോയിലും അതുപോലെ തന്നെ TV-യിലൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ അതിൽ റേഡിയോയിൽ ഉള്ള പരസ്യങ്ങൾ വഴിയും അല്ലെങ്കിൽ TV-യിലൊക്കെ പരസ്യങ്ങളിലൂടെ നമ്മൾ ഒരു കുട്ടിക്ക് വരുന്ന മെൻസ്ട്രൽ പീരിയഡിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് TV-യിലുള്ള പരസ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ റേഡിയോയിലുള്ള പ്രോഗ്രാംസിലൂടെയും പരസ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ, പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ നൽകാൻ സഹായിക്കുക എന്നുള്ളതാണ്. സെക്സ് എഡ്യൂക്കേഷൻ ഓരോ കുട്ടിക്കും അഡോളസെൻ്റ് പീരിയഡിലേക്ക് വരുമ്പോൾ, അത് ആൺകുട്ടിയാണെങ്കിലും അതെ പെൺകുട്ടിയാണെങ്കിലും അതെ, അഡോളസെൻ്റ് പീരിയഡിലേക്ക് കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു, ആദ്യത്തേത് ഓഡിയോ വിഷ്വൽ മീഡിയ വഴി നമുക്കൊരു ആളുകൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ നമുക്ക് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ് വഴി നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കൗൺസിലിംഗ് വഴി നമുക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റീനെ ഫോം ചെയ്ത് എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, നമുക്കിപ്പോൾ വളരെ കുറവാണ്, വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഫീറ്റിസൈഡ്, ഫീമെയിൽ ഫീറ്റിസൈഡ്. എന്താണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്? പെൺഭ്രൂണ ഹത്യ എന്ന് പറയും ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ഫീറ്റസ് പരിശോധിക്കുമ്പോൾ അതൊരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നമ്മൾ അബോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു നമ്മൾ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ കാരണങ്ങൾ? പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരൊരു 10ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം അവരെ വിവാഹം കഴിച്ച് അയക്കാനുള്ളതാണ്, അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നലുകൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവരെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാതെ അവരെ നമ്മൾ വേഗം വിവാഹം കഴിച്ച് വിടുന്നൊക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നിക്ക് വരികയും ചെയ്തു. അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ് അമ്നിയോസെൻറ്റസിസ്? നമുക്ക് നോക്കാം. അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടെക്നിക്ക് യൂസ്ഡ് ടു ചെക്ക് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് ഡിറ്റക്ട് ദ ജനറ്റിക് അബ്നോർമാലിറ്റീസ്. അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റക്ട് ജനറ്റിക് abnormalities by analyzing amniotic fluid. ഓക്കെ, അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ടെക്നിക്കാണ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ബൈ അനലൈസിങ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശോധിക്കുന്ന വഴി പരിശോധിക്കുന്ന വഴി ആ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ജനിതകമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അമ്നിയോസെൻറ്റസിസ്. അതായത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു യൂട്രസിൽ ഒരു ഡെവലപ്പിംഗ് ഫീറ്റസ് ആണ്. ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അമ്നിയോട്ടിക് മെംബ്രെയിൻ ഉണ്ട്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ്, ഒരു അമ്നിയോട്ടിക് മെംബ്രെയിൻ ഉണ്ട്. ഈ അമ്നിയോട്ടിക് മെംബ്രെയിനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡുകൾ ഉണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞിനൊരു കുഷ്യൻ ലൈക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം അമ്മയൊന്ന് പെട്ടെന്ന് ഇരുന്നു എന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ചോ, എവിടെയിൽ നിന്നോ എന്നൊന്ന് വിചാരിച്ചൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ആ കുഞ്ഞിന് ഷോക്കൊന്നും ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഉണ്ടാവുന്ന സഡൻ ഷോക്കിൽ നിന്നൊക്കെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഒരു കുഷ്യൻ ലൈക്ക് ഒരു ആക്ഷനാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കും. അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ കുഞ്ഞിൻ്റെ DNA സെല്ലുകളും DNA ഒക്കെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉണ്ടാവും. അപ്പോൾ ഒരു നീഡിൽ വെച്ച് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇഞ്ചക്ട് ചെയ്തെടുക്കുന്നു. ആ നീഡിൽ വെച്ച് ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു. ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ DNA-യും ജനറ്റിക് സ്ട്രക്ചറും DNA-യും അതിലുള്ളത് കൊണ്ട് അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്.
പക്ഷേ ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ പറ്റും, ആ കുഞ്ഞിന്റെ സെക്സ്, ആ കുഞ്ഞ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഈ അമ്നിയോസെന്റസിസ് ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ അമ്നിയോസെന്റസിസ് നടത്തിയപ്പോൾ കുഞ്ഞിന്റെ ഫീറ്റസിന്റെ സെക്സ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ പെൺകുഞ്ഞുങ്ങളാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു, ആ ഫീറ്റൽ സ്റ്റേജിൽ വെച്ച് തന്നെ അബോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും അതൊരു വലിയൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് മാറി. അങ്ങനെ സോഷ്യൽ പ്രോബ്ലമായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ അമ്നിയോസെന്റസിസ് എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും അതുവഴി ഈ സെക്സ് ഏതാന്നുള്ളത് ഡോക്ടർ പറയുന്നതും കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് ഫീറ്റസ് ആയിരിക്കും, ഫീറ്റസിൽ വെച്ച് തന്നെ അതൊരു ഫീമെയിൽ ഫീറ്റസ് എന്ന് അറിയുന്നത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെല്ലാം മരിച്ച് അല്ലെങ്കിൽ കൊന്നുകളയുന്നത്, അല്ല അബോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ അമ്നിയോസെന്റസിസ് ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അതാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പോപ്പുലേഷൻ കൺട്രോളിനെ കുറിച്ചാണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണമാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരാളുകൾക്ക് ഒരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് എല്ലാവർക്കും ഫുഡ് വേണം, എല്ലാവർക്കും വാട്ടർ വേണം, എല്ലാവർക്കും സ്പേസ് ഉണ്ടാവണം, കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ടാവണം, എല്ലാവർക്കും ഫുഡ് അവൈലബിൾ ആവണം, എല്ലാവർക്കും വാട്ടർ കുടിക്കാനുള്ള വെള്ളം വേണം. ഇതൊക്കെയുള്ള ഒരു സ്ഥലം, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ, അവിടെ ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കുക. 50 പേരുണ്ടെങ്കിൽ അവിടെ ആ 50 പേർക്കും വീടുകൾ, അല്ലെങ്കിൽ എല്ലാവർക്കും കിടന്നുറങ്ങാൻ ഉള്ള വീടുകൾ എല്ലാവർക്കും ഉണ്ടാവണം, കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ടാവണം, എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവണം, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം. ഇതൊക്കെയുള്ള ഓവർ ക്രൗഡഡ് അല്ലാതെ ഇതൊക്കെയുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ നോർമൽ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ തന്നെ, ഇവിടെ 50 സമയത്ത് 50 പേരുണ്ടായിരുന്നു വിചാരിക്കുക. ആ സമയത്ത് ഇവിടെ നോർമലി എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവിടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഒരു 100 ആയി ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അവിടുത്തെ ഫുഡ് സോഴ്സ് കൂടിയിട്ടില്ല, ഫുഡ് സോഴ്സ് ഡിക്രീസ് ചെയ്തു, മീൻസ് അത് കൂടിയിട്ടില്ല, ഫുഡ് സോഴ്സ് കൂടിയിട്ടില്ല. അതുപോലെ തന്നെ വാട്ടർ സോഴ്സ് കൂടിയിട്ടില്ല, അതുപോലെ സ്പേസ് കൂടിയിട്ടില്ല. ഇതൊക്കെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയുള്ള എല്ലാവർക്കും ഈ ഫുഡിൻ്റെയും വാട്ടറിൻ്റെയും സ്പേസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കുറയും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് പോപ്പുലേഷൻ ഓവർ ഗ്രോത്ത് സംഭവിക്കുക, ഓവർ പോപ്പുലേഷൻ സംഭവിക്കുക. അപ്പോൾ ഓവർ പോപ്പുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓവർ പോപ്പുലേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു. പലതരത്തിലുള്ള എപ്പിഡമിക് ഡിസീസുകൾ, പകർച്ചവ്യാധികൾ ഉണ്ടാവാനും പലതരം രോഗങ്ങൾ ഉണ്ടാവാനും പൊല്യൂഷൻ ഉണ്ടാവാനും ഒക്കെ കാരണമാവും. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ്, ഒരു സാഹചര്യത്തിലാണ്, സിറ്റുവേഷനിലാണ് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ജനസംഖ്യ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മോർ റീപ്രൊഡക്ഷൻ കുറയ്ക്കണം. അതായത് ഒരു പാരൻസ് തന്നെ, അല്ലെങ്കിൽ ഒരു മെയില് ഫീമെയില് കപ്പിൾസ് തന്നെ ഒരുപാട് പ്രോജനീസിനെ സൃഷ്ടിക്കുന്ന അത് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ആവിഷ്കരിക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിലാണ് പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ്, ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആ പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സിനെ നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ മോർ പ്രോജനീസ് ഉണ്ടാവാതെ തന്നെ എല്ലാവരും സെക്ഷലി ആക്റ്റീവ് ആവുകയും ചെയ്യണം. പക്ഷെ ആ ഓരോ സെക്ഷൽ ഇന്റർകോഴ്സുകളിൽ പ്രോജനീസിന്റെ എണ്ണം ഉണ്ടാവാതെ, കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ ആണ് പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് WHO റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു. ഫാമിലി പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു. RCH പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു.
പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ കൺട്രോൾ എന്താണ്, പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഒപ്പം അമ്നിയോസിന്തസിസ് എന്നുള്ള ടെക്നിക്ക് എന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.